ISROയുടെ PSLV C-62 റോക്കറ്റ് പരാജയപ്പെട്ട വിവരം എല്ലാവരും അറിഞ്ഞു കാണും. അത് നടന്നിട്ട് കുറച്ച് ദിവസമായി. ഞാൻ മനഃപൂർവ്വം അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ പോയില്ല. റോക്കറ്റ് സയൻസ് എനിക്ക് വശമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ആ ഫീൽഡിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്യാം, ഒരു വീഡിയോ ചെയ്യാം എന്നേ ഉള്ളൂ. അതിന് പോകണ്ട എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ആലോചിക്കും തോറും അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്നെനിക്ക് തോന്നി. ഈ ജാനുവരി 12 ISROയുടെ PSLV ഫെയിലാകുന്നത്. PSLV നമ്മളുടെ ഒരു വർക്ക് ഹോഴ്സ് എന്നറിയപ്പെടുന്ന റോക്കറ്റാണ്. എത്രയോ കാലമായി PSLVയിലൂടെ നമ്മൾ ബഹിരാകാശത്തേക്ക് സാറ്റലൈറ്റ്സ് വിടുന്നു. 110 സാറ്റലൈറ്റുകൾ ഒരുമിച്ച് വരെ നമ്മൾ വിക്ഷേപിച്ചിട്ടുണ്ട്. മറ്റ് പല രാജ്യങ്ങളും അവരുടെ സാറ്റലൈറ്റ് നമ്മുടെ PSLV വഴി വിക്ഷേപിക്കാറുമുണ്ട്. അതിൽ നിന്ന് ISROയ്ക്ക് വരുമാനം കിട്ടുന്നുണ്ട്. ISRO ആൻസിലറി കമ്പനികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ആ കമ്പനികളുടെ പേരിലാണ് പലപ്പോഴും വിക്ഷേപണം നടത്താറുള്ളത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. പക്ഷേ ഇത് പരാജയപ്പെട്ടപ്പോൾ ഞാനൊരു ഗൂഢാലോചന കോംപ്ലക്സ് ഉള്ള ആളല്ല. കഴിയുന്നതും പ്രസാദാത്മകമായിട്ട് തന്നെ കാര്യങ്ങളെ കാണണം എന്ന് വിചാരിക്കുന്ന ആളാണ്. അതേസമയം ഒരു ദേശീയവാദി, ഒരു നാഷണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അപകടങ്ങളെ കാണാതിരിക്കുക, അതങ്ങ് പോട്ടെ, ചൽത്താഹെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡും എനിക്കില്ല. അതുകൊണ്ട് ഈ PSLVക്ക് മുമ്പ് നടന്ന ഒരു 4 സംഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഈ സംഭവങ്ങളുടെ തുടക്കം 2025 ഏപ്രിൽ 22 പഹൽഗാം ടെററിസ്റ്റ് ആക്രമണം. അന്ന് 26 നിഷ്കളങ്കരായ മനുഷ്യർ കൊല്ലപ്പെട്ടു. അത് ഭാരതത്തിന് വലിയ ഷോക്കായിരുന്നു. നമ്മളുടെ പ്രധാനമന്ത്രി ഇതിന് പകരം ചോദിക്കുമെന്ന് പറഞ്ഞ് ചോദിക്കുകയും ചെയ്തു. മെയ് 8, 9, 10 തീയതികളിൽ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി. പാകിസ്ഥാൻ്റെ നട്ടെല്ലൊടിച്ചു. പാകിസ്ഥാന് വല്ലാത്ത നാശനഷ്ടങ്ങളുണ്ടായി. പാകിസ്ഥാൻ അത് പല രീതിയിൽ സമ്മതിച്ചു. പക്ഷേ അന്താരാഷ്ട്ര വേദികളിൽ ഒരു നരേറ്റീവ് അവർക്ക് അനുകൂലമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ അവർ വിജയിച്ചു എന്ന് തന്നെ പറയണം. നമ്മൾ വിജയിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും പ്രൊപ്പഗാൻഡയിൽ പാകിസ്ഥാനാണ് വിജയിച്ചത്. അതെന്ത് വാങ്ങിക്കോട്ടെ, അതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജൊന്നും അവർക്ക് കിട്ടിയില്ല. കുറച്ചെന്തോ വിമാനത്തിന് ഓർഡർ കിട്ടിയെന്നൊക്കെ പറയുന്നു. അത് എത്ര കണ്ട് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നൊക്കെയുള്ളത് കണ്ടു തന്നെ അറിയണം. ചൈനീസ് വിമാനങ്ങൾ കൊടുക്കാം എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്ത് വാങ്ങിക്കോട്ടെ, അവരൊരു നരേറ്റീവ് ഉണ്ടാക്കി സക്സസ്ഫുള്ളായിട്ട് അമേരിക്ക അവരെ സഹായിക്കുകയൊക്കെ ചെയ്തു. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ അവരുടെ കൂടെ ആയിരുന്നു. ട്രംപ് നമ്മളുടെ പ്രധാനമന്ത്രിയെ അപമാനിച്ച് പലതവണ സംസാരിച്ചു. നമ്മളുടെ പ്രധാനമന്ത്രി റിയാക്ട് ചെയ്യാൻ പോയില്ല. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗം. ഇത് കഴിഞ്ഞ് മെയ് 8, 10 ഓപ്പറേഷൻ സിന്ദൂർ കഴിയുന്നു. മെയ് 18 നമ്മളുടെ PSLV C-61 പരാജയപ്പെടുന്നത്. അത് എത്ര പേർക്ക് ഓർമ്മയുണ്ടാവും എന്ന് എനിക്കറിയില്ല. മെയ് മാസത്തിലാണ്. 10 തീയതി ഓപ്പറേഷൻ സിന്ദൂർ കഴിയുന്നു. 18 PSLV ഫെയിലാകുന്നു. PSLV C-61ൻ്റെ 3ാം ഘട്ട റോക്കറ്റ് പരാജയപ്പെടുന്നു. വിക്ഷേപണം തടസ്സപ്പെടുന്നു. എല്ലാം കൂടെ പസഫിക് സമുദ്രത്തിൽ വീഴുന്നു. മെയ് 18 കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സംഭവം ജൂൺ 12 ഒരു മാസത്തിനുള്ളിൽ ആണ് അഹമ്മദാബാദിലെ പ്ലെയിൻ അപകടം. എയർ ഇന്ത്യയുടെ AI-171 ബോയിങ് ഡ്രീം ലൈനർ ടേക്ക് ഓഫ് ചെയ്ത് 38 39 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ നിലത്തേക്ക് അങ്ങ് ഇരുന്നു പോയി. ആ സംഭവത്തിൽ ഞാൻ 1-2 വീഡിയോ ചെയ്തിരുന്നു. അതൊരു അട്ടിമറിയാണ് എന്ന് ഇന്നും ഞാൻ വിശ്വസിക്കുന്നു. അതൊരു ഇലക്ട്രോണിക് അട്ടിമറിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എത്ര നാളായി എന്ന് ആലോചിച്ച് നോക്കും. പക്ഷേ പൈലറ്റിൻ്റെ എററാണ്
പൈലറ്റ് സബർവാൾ ആത്മഹത്യയുടെ വക്കീലായിരുന്നു. അദ്ദേഹം ഈ 242 ആളെയും കൊണ്ട് 242 പേരുണ്ടായിരുന്നു. അതിലൊരാൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. ബാക്കി 241 പേര് മരിച്ചു. ഇതായിരുന്നു അപകടം. ഈ 242 പേരെയും കൊണ്ട് വിമാനം നിലത്ത് ഇറക്കാം, അല്ലെങ്കിൽ ഇറങ്ങിക്കോട്ടെ എന്ന് ആ പൈലറ്റ് വിചാരിച്ചത് എന്തുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു മാനസികാസ്വാസ്ഥ്യവും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടില്ല അതിനു മുമ്പ്. അവർ സാധാരണ നടത്തുന്ന സൈക്കോളജിക്കൽ ടെസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഡ്യൂട്ടിയിൽ കയറുന്നത്. പിന്നീട് അവർ പറയുന്നു ഇദ്ദേഹത്തിന് ആത്മഹത്യാ പ്രവണതയുണ്ടായിരുന്നു. ശരി, ആത്മഹത്യാ പ്രവണതയുള്ളവർ, ആത്മഹത്യ എന്ന വാക്ക് തന്നെ ഒരാൾ സ്വയം മരിക്കാൻ തീരുമാനിക്കുന്നതാണ് ആത്മഹത്യ. വേറൊരാളിനെ കൊന്നിട്ട് ആത്മഹത്യയുണ്ടോ? എടാ ഞാനോ ചാകാൻ പോകുന്നു, എന്നാൽ 242 എണ്ണത്തെയും കൂടെ അങ്ങ് കൊണ്ടുപോയേക്കാം എന്ന് വ്യക്തിപരമായ നിരാശയിൽ നിന്ന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്ന ആൾ തീരുമാനിക്കുമോ? ഇല്ലല്ലോ. അയാളുടെ നിരാശയിൽ നിന്ന് ഒട്ടും ന്യായീകരിക്കാവുന്നതല്ല ആത്മഹത്യ. പക്ഷേ ചിലരത് ചെയ്യുന്നു. അതൊരു നിമിഷത്തെ തീരുമാനമാണ്. ആ നിമിഷം മറ്റാരുടെയെങ്കിലും ജീവൻ അപകടത്തിലാകും എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ എല്ലാ മനുഷ്യരും ആത്മഹത്യ മാറ്റിവെക്കും. ഞാൻ കാരണം മറ്റുള്ളവർക്ക് ഉപദ്രവം വേണ്ട. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നത് തന്നെ മറ്റുള്ളവർക്ക് ഉപദ്രവം വേണ്ട, ഞാൻ ഒരു ഭാരമായി കഴിഞ്ഞു, എന്നെ ഈ ലോകത്തിന് ആവശ്യമില്ല, എൻ്റെ കുടുംബത്തിന് എന്നെ വേണ്ട, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് മറ്റുള്ളവർക്ക് ദോഷം വരുന്ന ഒരു ആത്മഹത്യ ആരെങ്കിലും ചെയ്യുമോ? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ അന്വേഷണത്തിന് വെച്ചിരിക്കുന്ന കമ്മിറ്റി സബർവാളിൻ്റെ അനന്തരവനെ വിളിച്ചിട്ടുണ്ട്, സമ്മൺ ചെയ്തിട്ടുണ്ട്. 2 ദിവസം മുമ്പാണ് വാർത്ത വന്നത്. അമ്മാവൻ അപകടത്തിൽപ്പെട്ട വിമാനം ഓടിച്ചിരുന്നു, അതുകൊണ്ട് അനന്തരവനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു. ഇതെന്ത് നാടാണ് എനിക്ക് മനസ്സിലായില്ല. അനന്തരവനെ വിളിച്ചു വരുത്തുന്നു. അയാൾ പോയിട്ടില്ല, വിളിച്ചാൽ പോകണ്ടേ? പോയി അമ്മാവനെ പറ്റിയുള്ള കുറ്റം ചെയ്യാനോ എന്തിനാണ് അയാൾ വിളിക്കുന്നത് എനിക്കറിയില്ല. ഫൈനലി ഇതെങ്ങനെയെങ്കിലും ആ സബർവാൾ എന്നുള്ള പൈലറ്റിൻ്റെ തലയിൽ വയ്ക്കണം. ബോയിങ്ങിന് കുഴപ്പമില്ല എന്ന് ഫസ്റ്റ് റിപ്പോർട്ടിൽ തന്നെ ബോയിങ്ങിന് കുഴപ്പമില്ല എന്ന് എഴുതി. മെഷീനീസ് ഓക്കെ എന്ന് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു. ബോയിങ് രക്ഷപ്പെട്ടു, ബോയിങ് തുള്ളിച്ചാടി. സകലമാന സായിപ്പന്മാരും ഈ യൂട്യൂബ് വീഡിയോയിലൂടെ ഇത് പൈലറ്റിൻ്റെ കുഴപ്പമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ത്യയിൽ ഈ പ്രിലിമിനറി റിപ്പോർട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഇത് അമേരിക്കയിൽ ഇറങ്ങി 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിൽ വെബ്സൈറ്റുകളിൽ ഇത് പ്രത്യക്ഷപ്പെടുന്നത്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? അതുകൊണ്ടാണ് ഞാനത് ഗൂഢാലോചനയാണ്, അട്ടിമറിയാണ് എന്ന് പറയാൻ കാര്യം. ഇപ്പോഴും ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോൾ സബർവാളിൻ്റെ അനന്തരവനെ സമ്മൺ ചെയ്തപ്പോൾ എൻ്റെ സംശയം ഒന്നുകൂടെ ബലപ്പെട്ടു. കാരണം സബർവാളിനെ തൂക്കിലേറ്റാനുള്ള കയറ് പിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഫൈനൽ റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ സബർവാളിൻ്റെ മിസ്ചീഫാണ് ഇത്ര വലിയൊരു അപകടത്തിന് കാരണം, അല്ലാതെ ബോയിങ് എന്ന പൊന്നു തമ്പുരാൻ്റെ കുഴപ്പങ്ങളല്ല എന്ന് പറയും. വേറെ സോഫ്റ്റ്വെയർ കുഴപ്പമില്ല. ഞാൻ ബോയിങ്ങിനെ കുറ്റപ്പെടുത്തുകയുമല്ല. പക്ഷേ എനിക്ക് സംശയമുണ്ട്, അതൊരു അട്ടിമറിയാണ്. അതാര് ചെയ്തു എന്നെനിക്കറിയില്ല. ബോയിങ് ആണോ ചെയ്തത്, അതോ വല്ല രാഷ്ട്രീയക്കാരാണോ, പാകിസ്ഥാനാണോ? സോഫ്റ്റ്വെയറിൽ അട്ടിമറി പോസിബിളാണ് എന്നെല്ലാവരും സമ്മതിക്കുമല്ലോ. ഇനി അത് സമ്മതിക്കാത്തവരുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഫയർ വാളുണ്ട്, അങ്ങനെയാണ്, പ്രൊട്ടക്ഷനാണ്. സകല പ്രൊട്ടക്ഷനെയും ഭേദിച്ച് കയറുന്ന വൈറസുകളുണ്ട്. അത് ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ എത്രയോ സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നു. ഇനി ഇതിൽ കൂടുതൽ ഞാനതിലെന്ത് പറയാനാണ്? ശരി, ജൂൺ 12 ഈ സംഭവം. നവംബർ 10 ആയപ്പോഴാണ് ഡൽഹിയിൽ ബോംബ് സ്ഫോടനം. 15 പേര് മരിക്കുന്നു, 32 പേർക്ക് ഗുരുതരമായ പരിക്കേൽക്കുന്നു, ധാരാളം വണ്ടികൾ നശിച്ചു പോകുന്നു തീപിടിച്ച്. ഇങ്ങനെയൊക്കെ ചെയ്ത ഡൽഹി സ്ഫോടനം നവംബർ 10 അതാണ് 3ാമത്തെ സംഭവം. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടന്ന 3ാമത്തെ മേജർ സംഭവമാണ് ഞാൻ പറയുന്നത്. അതിനിടയ്ക്ക് ട്രെയിൻ ഇടിച്ചു, അത് ഇതെന്നൊക്കെ പറഞ്ഞുള്ള അപകടങ്ങൾ സംഗതി ഒന്നും ഞാൻ ബസ് നിന്ന് കത്തി ഇങ്ങനത്തെ അപകടമൊന്നും ഞാൻ എടുക്കുന്നില്ല. മേജർ അപകടങ്ങൾ മാത്രം. നവംബർ 10 ഈ ബോംബ് സ്ഫോടനം. നവംബർ 21 നമ്മുടെ തേജസ് വിമാനം തകർന്നു വീഴുന്നു ദുബായ് എയർ ഷോയിൽ. തേജസ് നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വിമാനമാണ്.
ഒരുപാട് നിരീക്ഷണങ്ങൾ, പരീക്ഷണങ്ങൾ, പരീക്ഷണ പറക്കുകൾ, പരാജയങ്ങൾ, ഇതുപോലെ ഉരുണ്ട് വീഴൽ ഒക്കെ കഴിഞ്ഞ് പെർഫെക്റ്റാക്കിയ തേജസ് എന്ന വിമാനം ലോകത്തിന് മുമ്പിൽ വിൽക്കാൻ റെഡി എന്ന് ദുബായ് എയർ ഷോയിൽ നമ്മൾ കാണിക്കാൻ വെച്ചിരുന്നത്. ആ വിമാനം കാര്യം എന്താണെന്നറിയാതെ പെട്ടെന്ന് തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്നത് പോലെ പൈലറ്റിന് ഇജക്റ്റ് ചെയ്യാൻ പോലും സമയം കൊടുക്കാതെ തേജസ് വിമാനം തകർന്നു വീഴുന്നു. ഇതിനെന്ത് എക്സ്പ്ലനേഷൻ നിങ്ങൾ പറയും? ദാറ്റ് വാസ് എ മേജർ ഫെയിലുവർ. അപ്പോൾ അത് നവംബർ 21. അത് കഴിഞ്ഞിട്ടാണ് ജാനുവരി 12 ഈ PSLV C-62 റോക്കറ്റ് പരാജയപ്പെടുന്നത്. അതിൽ 16 സാറ്റലൈറ്റ് ഉണ്ടായിരുന്നു. ഒന്ന് EOS-N1, അത് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്, അതാണ് EOS. DRDOയുടെയാണ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ലബോറട്ടറീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ. അവർ നിർമ്മിച്ചതാണ്. അന്വേഷ എന്നുള്ള ഓമന പേര് അതിനുണ്ട്. വാസ്തവത്തിൽ അന്വേഷിക്കുന്ന ഒരു സാറ്റലൈറ്റ് തന്നെയാണ്. കഴുകൻ കണ്ണുകളാണ്, ചാര സാറ്റലൈറ്റാണ്, ഉള്ള കാര്യം പറയാമല്ലോ. ചാരപ്രവർത്തിക്കായിട്ട് ആകാശത്തേക്ക് വിടും. അതിന് 100 കളറുകൾ വരെ തിരിച്ചറിയാൻ പറ്റും. നമുക്കിപ്പോൾ പച്ച അല്ലെങ്കിൽ പച്ചയുടെ 1-2 ഷെയ്ഡ്, മഞ്ഞയുടെ 1-2 ഷെയ്ഡ്, ഇതൊക്കെയല്ലേ നമ്മൾ തിരിച്ചറിയുന്ന കളറുകൾ. 100 കളർ തിരിച്ചറിയാൻ പറ്റുമായിരുന്നു ഈ സാറ്റലൈറ്റിന്. അതാണ് തകർന്നു വീണത് PSLVയുടെ പരാജയത്തിൽ. അതുകൂടാതെ ഫ്രാൻസ്, UK, സ്പെയിൻ, നേപ്പാൾ, ബ്രസീൽ, ഇത്രയും രാജ്യങ്ങളിലെ സാറ്റലൈറ്റ് ഉണ്ടായിരുന്നു. ഫ്രാൻസും UKയും ബ്രസീലും നേപ്പാളും ഒക്കെ നമ്മളെ വിശ്വസിച്ച് സാറ്റലൈറ്റ് മുകളിലേക്ക് വിടാനായിട്ട് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ക്രെഡിറ്റ് അല്ലേ? ആ വിശ്വാസ്യതയാണ്, ആ ക്രെഡിബിലിറ്റിയാണ്, ആ ഡിപ്പെൻഡബിലിറ്റിയാണ് ഈ രണ്ടാം പരാജയത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടത്. ഇത് അട്ടിമറിയാണോ എനിക്കറിയില്ല, എനിക്കത്രയും നോളജൊന്നുമില്ല. ഇതിനകത്ത് ഇന്ത്യൻ സ്റ്റാർട്ടപ്സിൻ്റെ ചെറിയ സാറ്റലൈറ്റുകളുണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റിയുടെ സാറ്റലൈറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 15 സാറ്റലൈറ്റ് പ്ലസ് ഞാൻ പറഞ്ഞ ചാര ഉപഗ്രഹം അന്വേഷ ഇതും ഉണ്ടായിരുന്നു. ഈ ചാര ഉപഗ്രഹം ആർക്കെങ്കിലും ഇവരിങ്ങനെ ചാരനായിട്ട് അങ്ങനെ ഞെളിയണ്ട എന്ന് മറ്റ് രാജ്യങ്ങൾക്ക് തോന്നിയാൽ അതിൽ അത്ഭുതമുണ്ടോ? നിങ്ങൾ ഭാരതത്തിൻ്റെ ഒരു കിടപ്പ് നോക്കുക. RSSകാർ പറയുമ്പോൾ ജനം ചിരിക്കാറുണ്ടല്ലോ പരിഹസിച്ച്. അഖണ്ഡ ഭാരതം, അതായത് അഫ്ഗാനിസ്ഥാൻ മുതൽ ബർമ്മ വരെ ശ്രീലങ്ക അടക്കം, ഇതാണ് അഫ്ഗാനിസ്ഥാൻ. RSSലെ ഒരു ഗാനത്തിൽ മറഞ്ഞു മഹത്തായ ഗാന്ധാരദേശം എന്ന് പറയും. അഫ്ഗാനിസ്ഥാനാണ് ഗാന്ധാരദേശം. മറഞ്ഞു മഹോദാര ബ്രഹ്മപ്രദേശം, ബർമ്മ നഷ്ടപ്പെട്ടു. മുറിഞ്ഞറ്റു വീണു മനോരമ്യലങ്ക, മഹാദേവി നിൻ കാലിലെ പൊൻചിലങ്ക. ഭാരതാംബയുടെ കാലിലെ ചിലങ്കയായിട്ട് ശ്രീലങ്കയെ അതിൽ പ്രകീർത്തിക്കുന്നു. ഇത്രയും വിശാലമായ അഖണ്ഡ ഭാരതം ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്സിൽ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. അഫ്ഗാനിസ്ഥാൻ്റെ തൊട്ടപ്പുറത്ത് ഇറാനാണ്, എണ്ണശേഖരമാണ്, ഇല്ലേ? നല്ലൊരു അയൽവക്കമാണ്. ഇറാൻ ഇപ്പോഴും നമ്മളുമായിട്ട് നല്ല, അവരുടെ ഷിയ, അതിൻ്റെ മത തീവ്രത അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് നമ്മളുമായിട്ട് എത്രയോ കാലമായിട്ട് നല്ല ബന്ധത്തിലാണ് ഇറാൻ. അമേരിക്കൻ സാങ്ഷൻ ഉള്ളതുകൊണ്ട് ഇറാനിൽ നിന്ന് എണ്ണ നമുക്ക് എടുക്കാൻ പറ്റില്ല, അല്ലാതെ ഇറാൻ സമ്മതിക്കാഞ്ഞിട്ടൊന്നുമല്ല. ഇറാനുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ കൊണ്ട് സമ്പുഷ്ടമായ ഇറാൻ ഒരതിർത്തിയിൽ, ഇപ്പുറത്തോ വിശാലമായ നമ്മളുടെ ഹിന്ദു മഹാസാഗരം, ഇന്ത്യൻ ഓഷ്യൻ, അതിനകത്തെ ഹമ്പൻ തോത്ത, സിലോൺ അല്ലല്ലോ, കൊളംബോ തുറമുഖം, ഹമ്പൻ തോത്ത തുറമുഖം, പിന്നെ ഇപ്പോൾ നമ്മൾ പണിയുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഒരു ദ്വീപിൽ നമ്മൾ പണിയാൻ പോകുന്ന ടെർമിനൽ, ഇതെല്ലാം ചേർന്നിട്ട് അന്താരാഷ്ട്ര കടൽ മാർഗം അത് കംപ്ലീറ്റ് നമ്മളുടെ നിയന്ത്രണത്തിലായിരിക്കും, നമ്മളുടെ നിരീക്ഷണത്തിലായിരിക്കും, നമ്മളുടെ സ്വാധീനത്തിലായിരിക്കും. ഇങ്ങനത്തെ ഒരു അഖണ്ഡ ഭാരതം സങ്കല്പിച്ച് നോക്കൂ. ശരി, അതിപ്പോൾ സങ്കല്പത്തിലായി.
നമുക്ക് സംഭവം യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരാൻ നമ്മളിപ്പോൾ വളരെ ചെറുതായാൽ പോലും ഇപ്പോഴുള്ള ഭാരതത്തിൻ്റെ വലിപ്പം വെച്ചിട്ട് നമ്മളുടെ സാമർഥ്യം ഏതെങ്കിലും ലോകരാജ്യത്തിന് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അംഗീകരിച്ച് തരാൻ പറ്റില്ല അവർക്ക്. കാരണം അവർ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു അമേരിക്ക, രണ്ടാം സ്ഥാനത്ത് ചൈന, 3 റഷ്യ, 4-മതാണ് നമ്മൾ. 4-മതാണെങ്കിലും വളരെ പുറകിൽ 4-മതാണ്. ഈ അവസ്ഥയിൽ നമ്മൾ പൊങ്ങി വരുന്നത് ആരും ഇഷ്ടപ്പെടില്ല. ഒരൊന്നാമനും അയാൾക്ക് ചലഞ്ചായിട്ട് വേറൊരൊന്നാമൻ വരാൻ സമ്മതിക്കില്ല. അത് മനുഷ്യ സ്വഭാവമാണ്. ആ മനുഷ്യ സ്വഭാവമാണ് മറ്റ് രാജ്യങ്ങൾ കാണിക്കുന്നത്. നമ്മളെ നിന്ന് പിഴയ്ക്കാൻ അവർ സമ്മതിക്കില്ല, മനസ്സമാധാനം കെടുത്തിക്കൊണ്ടിരിക്കും. അതാണിപ്പോൾ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിൻ്റെ വളർച്ച അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞ റഷ്യയ്ക്കും ചൈനയ്ക്കും ഒക്കെ ഈ വികാരമുണ്ടാകും. പല കാരണങ്ങൾ കൊണ്ട് അവർ മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. അവർ 2ഉം 3ഉമാണ്, നമ്മൾ തീരെ പുറകിലാണ്, 4-ാം സ്ഥാനത്തുണ്ട്, അവിടെ നിന്നോട്ടെ കുഴപ്പമില്ല. ഇങ്ങനത്തെ ഒരു ചിന്തയിലാണ് അവർ നമ്മളുമായിട്ട് കൂട്ടുകൂടുകയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ നന്നാകുന്നതിൽ അവർക്ക് സന്തോഷമുള്ളതുകൊണ്ടല്ല. ഒരു കാര്യം മനസ്സിൽ വയ്ക്കണം, ഒരു രാജ്യവും മറ്റൊരു രാജ്യം തന്നേക്കാൾ പ്രോസ്പെറസ് ആകുന്നത് സഹിക്കില്ല. തൻ്റെ താഴെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ഭക്ഷണം കഴിക്കാനുള്ളതോ സഹായമോ ലോണോ സംഗതിയോ ഒക്കെ കൊടുത്ത് ഇങ്ങനെ നിർത്തും. എൻ്റെ ഒപ്പമോ എൻ്റെ മുകളിലോ നീ പോകണ്ട. ഈ വാശി ലോകരാഷ്ട്രങ്ങൾക്കുള്ളതാണ്. ഇതൊരു നല്ല കാര്യമാണോ? അല്ല. ഭാരതീയൻ്റെ ധർമ്മശാസ്ത്രമനുസരിച്ച് നല്ല കാര്യമല്ല. പക്ഷേ ചാണക്യൻ പറയുന്നത് യാഥാർത്ഥ്യം ഇതാണ്, നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ. മത്സ്യന്യായം എന്ന് പറയും. ലെഫ്റ്റ് ദംസെൽവ്സ് വലിയ മീൻ ചെറിയ മീനിനെ വിഴുങ്ങും. ഇത് ചാണക്യൻ പറഞ്ഞിട്ടുള്ളതാണ്. ദണ്ഡനീതി നിയന്ത്രിക്കാൻ ഒരാൾ അധികാരത്തിൻ്റെ ദണ്ട്, ശിക്ഷയുടെ ദണ്ട് ഇതില്ലെങ്കിൽ വലിയ മീൻ ചെറിയ മീനിനെ വിഴുങ്ങും. അന്താരാഷ്ട്ര തലത്തിൽ ആയുധമില്ലെങ്കിൽ ദുർബലനെ ശക്തിയുള്ളവൻ വിഴുങ്ങും. അതാണ് വെനിസ്വേലയിൽ നമ്മൾ കണ്ടത്. മഡ്യൂറോയെ രാത്രി ട്രംപ് ചുമ്മാ പിടിച്ചുകൊണ്ട് പോയി അല്ലേ? വെറുതെ പിടിച്ചുകൊണ്ട് അയാളും അയാളുടെ ഭാര്യയും. അയാൾ എന്ത് വാങ്ങിക്കോട്ടെ, അയാൾ മയക്കുമരുന്ന് കച്ചവടം നടത്തിയോ അത് എനിക്കറിയില്ല, നമുക്ക് അതിലേക്ക് കടക്കണ്ട. ജസ്റ്റ് സീ ദ മൈറ്റ് ഓഫ് അമേരിക്ക, ദ ഡെയറിങ് ആക്ട് ഓഫ് അമേരിക്ക. രാത്രി 2 മണിക്ക് പോവുക, ഹെലികോപ്റ്ററിൽ ഈ 2 പേരെ കയറ്റിക്കൊണ്ടുവരിക. ഒരു വെടി പൊട്ടണമല്ലോ വെനിസ്വേലയിൽ. ഒരു വെടി പൊട്ടിയില്ല. അമേരിക്കൻ ചാരന്മാർ അത്രയധികം സ്വാധീനം വെനിസ്വേലയിൽ ചെലുത്തിയിരുന്നു. മഡ്യൂറോയുടെ പേഴ്സണൽ ഗാർഡ് പോലും അവരെ കൈക്കൂലി കൊടുക്കുകയോ മയക്കുമരുന്ന് കൊടുക്കുകയോ എനിക്കറിയില്ല. ഇതുകൂടാതെ വെനിസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസ് ഇരുട്ടിലാണ്ടുപോയി. ഈ സമയത്ത് കറണ്ട് പോയി. എങ്ങനെ പോയി? ലൈൻമാൻ പോസ്റ്റിൽ കയറി ഫ്യൂസ് ഊരിയതൊന്നുമല്ല. സോഫ്റ്റ്വെയർ വഴിക്ക് വെനിസ്വേലയിലെ കാരക്കാസ് നഗരം ഇരുട്ടിലാക്കി. എല്ലാം ഇലക്ട്രോണിക് കൺട്രോളാണ്. 2020 മുംബൈയിൽ കറണ്ട് പോയി. തിരിച്ചു വന്നു. 1/2 മണിക്കൂറോ 1 മണിക്കൂറോ മറ്റോ കഴിയുമ്പോൾ തിരിച്ചു വന്നു. മുംബൈ മഹാനഗരം ഇരുട്ടിലാകുക എന്ന് പറഞ്ഞാൽ ഉള്ള അപകടം നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമുക്കെന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ അമേരിക്ക നമ്മളെ അറിയിച്ചു, ചൈന നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ കയറി നടത്തിയ ഒരു മിസ്ചീഫാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സത്യമാണ്. ആരോ കയറിയിട്ടുണ്ട്, ചൈനയായിരിക്കും. അമേരിക്ക പറഞ്ഞു ചൈന കയറിയതാണ്, ഉറപ്പാണ്. ചൈന ഞങ്ങളല്ലെന്നോ ആണെന്നോ ഒന്നും പറയാൻ പോയില്ല, അവർ വാതുറക്കില്ല. സോ ദിസ് ഈസ് ദ സിറ്റുവേഷൻ. നമ്മൾ മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ വാങ്ങിയ ഒരു ഡ്രോൺ, ഇസ്രായേലിൻ്റെ ഡ്രോൺ. അത് പറപ്പിക്കുന്നു, അതിൻ്റെ നിയന്ത്രണം ചൈനയുടെ കയ്യിൽ പോകുന്നു. എന്ത് ചെയ്യണം നമുക്കറിയില്ല, എന്ത് പറ്റിയെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇസ്രായേൽ റിസർച്ച് ചെയ്ത് അത് കണ്ടുപിടിച്ചു, അവരത് കറക്ഷൻ വരുത്തി. ഇസ്രായേലിൻ്റെ ഡ്രോണിനെ വേറെ ആരും നിയന്ത്രിക്കാൻ അവർ സമ്മതിക്കില്ല. ദിസ് ഈസ് ദ തിങ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ സൈബർ ഏരിയ. സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് ആർക്കും ഇഷ്ടപ്പെടുകയില്ല. ഓ, ഇയാൾ ഇത് തന്നെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു, വേറെ പണിയില്ല എന്ന് ചോദിക്കും. അങ്ങനെയല്ല. രാജ്യസുരക്ഷ ഇപ്പോൾ സൈബർ സുരക്ഷയാണ്. പട്ടാളക്കാരെക്കാൾ കൂടുതൽ അടുത്ത യുദ്ധം, നമ്മളുടെ പട്ടാള മേധാവി തന്നെ പറഞ്ഞു, അടുത്ത യുദ്ധം സൈബർ യുദ്ധമായിരിക്കും. നിങ്ങൾക്ക് ആകാശത്ത് വിമാനമോ മിസൈലോ കാണാൻ സാധിക്കുകയില്ല.
കണ്ണുകൊണ്ട് കാണാൻ, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ഏരിയയിലായിരിക്കും യുദ്ധം. അതാണ് സൈബർ വാർ. ഒരു ദിവസം നമ്മളുടെ GPay വർക്ക് ചെയ്യുന്നില്ല എന്ന് വയ്ക്കുക, ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല, മറ്റേ നമ്മുടെ ATM കാർഡ് വർക്ക് ചെയ്യുന്നില്ല, ബാങ്കിൻ്റെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നില്ല, അഥവാ അത് കൂടെ അലങ്കോലമായിരിക്കുന്നു. ക്രെഡിറ്റ് ഡെബിറ്റ് എല്ലാം അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പോയിരിക്കുന്നു. മോഹൻദാസിൻ്റെ കാശ് നാരായണൻകുട്ടിക്ക് പോയി, നാരായണൻകുട്ടിയുടെ കാശ് ജോസഫിന് പോയി, ജോസഫിൻ്റെ കാശ് തിരിച്ച് മോഹൻദാസിന് വരുന്നു. ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും? മൊത്തം നമ്മളുടെ രാഷ്ട്രം അപകടത്തിലാകും. സോ സൈബർ സെക്യൂരിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇത് തമാശ കളിയല്ല. നമ്മൾ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവർ ചുമ്മാ ചോദിക്കും ആക്സസ് ടു ഗാലറി. എനിക്കറിയില്ല ആക്സസ് ടു ഗാലറി എന്തിനാണെന്ന്. ഞാനൊരു ഡിക്ഷണറി, പെട്ടെന്നൊരാവശ്യത്തിന് ഒരു ഉറുദു വാക്കിൻ്റെ അർത്ഥം കണ്ടുപിടിക്കണം. അപ്പോൾ അത് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ തൊട്ട് താഴെ അതിൻ്റെ ആപ്ലിക്കേഷനുണ്ട്, ഉറുദു ഇംഗ്ലീഷ് ഡിക്ഷണറി. കൊള്ളാമല്ലേ, ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കാര്യം നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയപ്പോൾ അത് കോൺടാക്ട്സ് ചോദിക്കുന്നു. ഞാൻ കൊടുത്തു. എനിക്ക് തിരക്കാണ്, വേഗം ഡിക്ഷണറി വേണം. കോൺടാക്ട്സ് ചോദിച്ചു, അത് കൊടുത്തു. ഗാലറി ചോദിച്ചു, അത് കൊടുത്തു. പിന്നെ വേറെ എന്തൊക്കെയോ ചോദിച്ചു, അത് കൊടുത്തു. അക്സെപ്റ്റ്. എനിക്കിപ്പോൾ വേണ്ടത് ഉറുദു വാക്കിൻ്റെ അർത്ഥമാണ്. അവസാനം ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു, ഉറുദു വാക്കിൻ്റെ അർത്ഥം കിട്ടി, ഞാൻ ഹാപ്പിയായി. പിന്നീട് ഞാൻ ആലോചിക്കുന്നു, ഞാൻ എന്തൊരു മണ്ടൻ. ഒരു വാക്കിൻ്റെ അർത്ഥം നോക്കാനായിട്ട് ഒരു ഡിക്ഷണറി തന്നെ ഡൗൺലോഡ് ചെയ്തു. അത് വേണ്ടാത്ത പെർമിഷൻസ് എല്ലാവർക്കും കൊടുത്തു. ഞാനത് അൺഇൻസ്റ്റാൾ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവർക്ക് കൊടുത്ത പെർമിഷൻ ഇല്ലാതെയാവുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ദേ ഹാവ് സ്റ്റിൽ ആക്സസ് ടു മൈ മൊബൈൽ. ഇതാണ് നമ്മളുടെ സെക്യൂരിറ്റിയുടെ കളി. നമ്മളുടെ രഹസ്യങ്ങളൊന്നും തന്നെ രഹസ്യമല്ല. ഞാൻ ചെറുപ്പക്കാരോട് പറയുകയാണ്, നിങ്ങൾക്ക് കാമുകിയോ കാമുകനോ ഉണ്ടാകും, പരമരഹസ്യ അച്ഛനും അമ്മയും കൂട്ടുകാരും ആരും അറിയണ്ട. അതുകൊണ്ട് ഈ ഫോട്ടോ അവനയച്ചു കൊടുത്തേക്കാം, ഈ ഫോട്ടോ അവൾക്ക് അയച്ചു കൊടുത്തേക്കാം വാട്സാപ്പിൽ. കൊള്ളാം. വാട്സാപ്പ് ഒന്നും നിങ്ങൾ വിചാരിക്കുന്ന ഒരു സീക്രട്ടുമല്ല. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ മണ്ണാങ്കട്ടയാണ്. ഇത് തുറന്നു നോക്കാനുള്ളവർക്ക് തുറന്നു നോക്കാം. നമ്മളൊക്കെ ഒരുപക്ഷെ ചെറിയ മനുഷ്യരായതുകൊണ്ട് വാട്സാപ്പ്, മെറ്റ ഇവരൊന്നും നമ്മളെ പരിഗണിക്കുന്നില്ല, അവർക്ക് ആവശ്യമില്ല. ബട്ട് അവർക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ മോഹൻദാസിൻ്റെ ഡാറ്റ എടുക്കണമെന്ന് വെച്ചാൽ സ്പ്ലിറ്റ് സെക്കൻഡിൽ കംപ്ലീറ്റ് ഡാറ്റ, ഫേസ്ബുക്ക്, യൂട്യൂബ്, എക്സ്, ജിമെയിൽ, സകല ഡാറ്റ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് അവരുടെ കയ്യിലുണ്ട്, കിട്ടും. നമ്മുടെ സർക്കാർ ചോദിക്കുമ്പോൾ നമ്മുടെ ആൾക്കാർ പറയും കാഗസ് നഹി ദിഖായെങ്കിൽ. എൻ്റെ അപ്പൂപ്പൻ്റെ ചരിത്രം താൻ എന്തിനാണ് അറിയുന്നത്? ഞാൻ എവിടെ നിന്ന് വന്നു എന്നറിഞ്ഞിട്ട് എന്നെ കപ്പൽ കയറ്റി പുറത്തു വിടാനല്ലേ, ഞാനൊരു വിവരവും തരില്ല എന്ന് പറയും. അതേസമയം ഐഫോണോ സാംസങ്ങോ ആൻഡ്രോയിഡോ ഏത് വഴിയെ പോയ മൊബൈലാണെങ്കിലും ശരി, അവർക്ക് എല്ലാ വിവരവും നമ്മൾ കൊടുക്കും. നമ്മുടെ ഫേസ്ബുക്കിലെ പേരുകൾ നോക്കുക നിങ്ങൾ. രാജലക്ഷ്മി ഭാസ്കരൻ നായർ എന്നൊക്കെ പറഞ്ഞ്, ഇതെന്താ കാര്യം? രാജലക്ഷ്മി ബി എന്നാണ് ഇവരുടെ പേര്. ഇനിഷ്യലിൻ്റെ എക്സ്പാൻഷൻ ചോദിച്ചു, ഭാസ്കരൻ നായർ എന്ന് എഴുതി. ഫേസ്ബുക്കിൽ രാജലക്ഷ്മി ഭാസ്കരൻ നായർ, നാരായണൻകുട്ടി, ദേവദത്തൻ നമ്പൂതിരി, ഇങ്ങനെയൊക്കെ പേരുകളുണ്ട്. തെറ്റൊന്നുമില്ല അതിൽ. പക്ഷേ ഇവരുടെയൊക്കെ അച്ഛൻ്റെ അപ്പൂപ്പൻ്റെയൊക്കെ പേരുകൾ വരുന്നു, വീട്ടുപേരുകൾ വരുന്നു, എന്തെല്ലാം വരുന്നു. പിന്നീട് ആ പേര് മാറ്റിയിട്ട് ഒരു ഫേക്ക് പേര് കൊടുക്കേണ്ടി വരുന്നു. ബട്ട് ഒറിജിനൽ പേര് അപ്പോഴത്തേക്ക് മെറ്റയുടെ കയ്യിൽ, ഫേസ്ബുക്കിൻ്റെ കയ്യിലായില്ലേ. എല്ലാ രഹസ്യവും ഫേസ്ബുക്കിന് കൊടുത്തിട്ട് പോലീസുകാരൻ ചോദിക്കുമ്പോൾ ഞാൻ തരില്ല എന്ന് പറയുന്നത് എന്ത് മണ്ടത്തരമാണ്, കഷ്ടമാണ്. അതുകൊണ്ട് സൈബർ സെക്യൂരിറ്റി വളരെ അത്യാവശ്യമാണ്. ഞാൻ ഈ ലിസ്റ്റ് ചെയ്ത ഈ അപകടങ്ങൾ, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടന്ന 5 അപകടങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. PSLV C-61, പിന്നെ എയർ ഇന്ത്യ അപകടം, ഡൽഹി ബോംബ് ബ്ലാസ്റ്റ്, തേജസിൻ്റെ തകർച്ച, PSLV C-62. 5 അപകടങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക. ഇത് ദേശസുരയ്ക്ക് ഭീഷണിയാണോ എന്നാലോചിക്കുക. ഇത് ഈ സീക്വൻസിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടന്നതുകൊണ്ട് ഈ പരാജയങ്ങൾ വലിയൊരു മുന്നറിയിപ്പാണ്. ഇത് സിമ്പിൾ ആക്സിഡൻറ്റ്സ് അല്ല എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.